الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. मसीह मौऊद अलैहिस्सलाम एक जगह फरमाते हैं कि हर शख्स को चाहिए ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഓരോരുത്തരും അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതാണ്. അള്ളാഹുവിനോടുള്ള ഭയം വളരെയധികം നന്മകൾ സ്വായത്തമാക്കാനുള്ള അവസരം അവന് നൽകുന്നതാണ്. പറയുന്നു, നല്ലവനും സ്വാത്വികനുമായ വ്യക്തി അള്ളാഹുവിന്റെ പരിശോധനയിൽ നല്ലവനും സ്വാത്വികനുമായി തീരുന്നവനാണ്. പലരും ആത്മവഞ്ചനയിൽ അകപ്പെടുന്നു. ഞങ്ങൾ മുത്തക്കിയാണെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹുവിന്റെ സവിധത്തിൽ മുത്തക്കി ആകുന്നവരാണ് യഥാർത്ഥ ഭയഭക്തർ. ഇവ വളരെ സുപ്രധാനമായ ഉപദേശങ്ങളാണ്. ഇത് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോടുള്ള കടമകളും അതർഹിക്കുന്ന മുറപ്രകാരം നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം അവന്റെ സൃഷ്ടികളോടുള്ള കടപ്പാടുകളും അതർഹിക്കും വിധം നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. എന്നാൽ നാം നന്മ പ്രവർത്തിക്കുന്നവരും അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്നവരുമാണെന്ന് സ്വയം ധരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം ഈ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രകടനാത്മകത കലർന്നിട്ടുണ്ടെങ്കിൽ, ആരാധന ചെയ്യുന്നുണ്ടെങ്കിലും സൃഷ്ടികളോടുള്ള കടമകൾ നാം നിറവേറ്റുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള ഇബാദത്തുകളും അള്ളാഹുവിന്റെ സവിധത്തിൽ സ്വീകാര്യയോഗ്യമായ ആരാധനകളായി തീരുകയില്ല. അത് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതായി തീരുകയില്ല. യഥാർത്ഥത്തിൽ അതാണ് ആരാധനയുടെ ലക്ഷ്യം. ഇപ്പോൾ ഞാൻ ഹദ്റത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹദ്റത്ത് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചെയ്ത ഒരു വസിയത്ത് ഉൾക്കൊള്ളുന്ന ദീർഘമായ ഒരു നിവേദനം കേൾപ്പിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഹദ്റത്ത് മുആദിനോട് പറഞ്ഞു, യാ മുആദു ഇന്നി മുഹദ്ദിസുക ബിഹദീസിൻ ഇൻ അൻത ഹഫിസ്തഹു നഫ്അക. മുആദേ, ഞാൻ നിന്നോടൊരു കാര്യം പറയുകയാണ്, അത് നീ ഓർമ്മ വെച്ചാൽ നിനക്ക് ഫലം ചെയ്യും. നീ അത് മറന്നു കളഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം നിനക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. മോക്ഷം പ്രാപിക്കുന്നതിനായി തൃപ്തികരമായ ഒരു തെളിവും നിന്റെ അടുക്കൽ അവശേഷിക്കുകയില്ല. പറയുന്നു മുആദ്, അള്ളാഹു ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ കാവൽക്കാരായ 7 മലക്കുകളെ സൃഷ്ടിച്ചു. അത് ആത്മീയ പദവികൾ കരസ്ഥമാക്കാൻ 7 പടവുകളാണുള്ളത്. അതനുസരിച്ച് മനുഷ്യൻ അവിടെ എത്തുന്നു. ആ മലക്കുകളെ ഓരോ ആകാശത്തിന്റെയും കാവൽക്കാരായി നിയമിച്ചിരിക്കുന്നു. തങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുകയും അള്ളാഹുവിന്റെ അനുമതിയുള്ള ആളുകളുടെ കർമ്മങ്ങൾ അതുവഴി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുകയുമായിരുന്നു അവരുടെ ജോലി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ കർമ്മങ്ങൾ
സൂക്ഷിക്കുകയും നിത്യേനയുള്ള പ്രവർത്തനങ്ങൾ എഴുതിവെക്കുകയും ചെയ്യുന്ന മലക്കുകൾ അള്ളാഹുവിന്റെ ഒരു ദാസൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത കർമ്മങ്ങളുമായി ആകാശത്തേക്കുയർന്നു. ആ കർമ്മങ്ങൾ പരിശോധിക്കുവാനും ആ കർമ്മങ്ങൾ പരിശുദ്ധമാണെന്ന് ആ മലക്കുകൾ കരുതി. അത് വളരെ അധികമുണ്ടെന്നും ആ മലക്കുകൾ ധരിച്ചു. അവർ ഒന്നാം ആകാശത്തെത്തി അവിടെ കാവൽ നിൽക്കുന്ന മലക്കിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ സവിധത്തിൽ അവന്റെ ഒരു ദാസന്റെ കർമ്മങ്ങൾ സമർപ്പിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് വളരെ പരിശുദ്ധമായതാണ്. അപ്പോൾ കാവൽക്കാരനായ മലക്ക് പറഞ്ഞു, നിൽക്കൂ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അനുവാദമില്ല, നിങ്ങൾ മടങ്ങിപ്പോകുക. ഈ കർമ്മങ്ങൾ കൊണ്ടുപോയി ഇതിന്റെ ഉടമസ്ഥന്റെ മുഖത്തെറിയുക. പരദൂഷണം പറയുന്നവന്റെ കർമ്മങ്ങൾ ഇതുവഴി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കരുതെന്ന നിർദ്ദേശത്തോടെയാണ് അള്ളാഹു എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ ഏതൊരുവന്റെ കർമ്മങ്ങളുമായിട്ടാണോ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കാനായി വന്നിട്ടുള്ളത്, അവൻ സദാ പരദൂഷണം പറയുന്നവനാകുന്നു. ജനങ്ങൾ ഇല്ലാത്തപ്പോൾ അവരെക്കുറിച്ച് കുറ്റം പറയുന്നവനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റൊരു ദാസന്റെ കർമ്മങ്ങളുമായി വേറെ ചില മലക്കുകൾ ആകാശത്തേക്കുയർന്നു. ഈ കർമ്മങ്ങൾ വളരെ പരിശുദ്ധമാണ്, ഇയാൾ ഇത് ധാരാളമായി ഇരട്ടിക്കുന്നു എന്നൊക്കെ അവർ അന്യോന്യം പറഞ്ഞുകൊണ്ടിരുന്നു. അവയിൽ പരദൂഷണത്തിന്റെ കലർപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാം ആകാശത്തിന്റെ കാവൽക്കാരൻ അവരെ കടന്നുപോകാൻ അനുവദിച്ചു. പക്ഷെ അവർ രണ്ടാം ആകാശത്തെത്തിയപ്പോൾ അവിടെ കാവൽ നിന്നിരുന്ന മലക്ക് അവരെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, നിൽക്കൂ, തിരിച്ചു പോകൂ. ഈ കർമ്മങ്ങൾ കൊണ്ടുപോയി അയാളുടെ ഉടമസ്ഥന്റെ മുഖത്തെറിയുക. ഞാൻ ദുരഭിമാനത്തിന്റെയും ആത്മപ്രശംസയുടെയും കാര്യങ്ങൾ നോക്കുന്ന മലക്കാണ്. ദുരഭിമാനവും ആത്മപ്രശംസയും കലർന്ന കർമ്മങ്ങൾ ഇതുവഴി മുന്നോട്ട് പോകാതിരിക്കാനാണ് ഞാനിവിടെ നിയോഗിതനായിട്ടുള്ളത്. ഈ കർമ്മങ്ങളുടെ ഉടമസ്ഥൻ ജനങ്ങളുടെ സദസ്സിലിരുന്ന് തന്റെ നന്മകൾ എടുത്തു പറഞ്ഞിരുന്നു. ജനങ്ങളുടെ ഇടയിൽ ദുരഭിമാനവും ആത്മപ്രശംസയും ചെയ്തിരുന്ന വ്യക്തിയുടെ കർമ്മങ്ങളാണ് നിങ്ങൾ കൊണ്ടുവന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകളുടെ ഒരു കൂട്ടം വേറൊരാളുടെ കർമ്മങ്ങളുമായി ആകാശത്തേക്കുയർന്നു. ആ മലക്കുകളുടെ ദൃഷ്ടിയിൽ അയാളുടെ കർമ്മങ്ങൾ പ്രകാശപൂരിതമായിരുന്നു, പ്രക്ഷോഭിതമായ കർമ്മങ്ങളായിരുന്നു അത്. ആ കർമ്മങ്ങളിൽ ദാനധർമ്മങ്ങളും അടങ്ങിയിട്ടുണ്ട്, നോമ്പും നമസ്കാരവും അതിലുണ്ടായിരുന്നു. തന്റെ നാഥനായ അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി ആ ദാസൻ ചെയ്ത കഠിന പ്രയത്നം കണ്ട് ആ മലക്കുകൾ അത്ഭുതപ്പെട്ടു. ആ കർമ്മങ്ങളിൽ പരദൂഷണത്തിന്റെയോ ആത്മപ്രശംസയുടെയോ ദുരഭിമാനത്തിന്റെയോ കലർപ്പുണ്ടായിരുന്നില്ല. തന്നിമിത്തം ഒന്നും രണ്ടും ആകാശങ്ങളിലെ മലക്കുകൾ കടന്നുപോകാൻ അവരെ അനുവദിച്ചു. എന്നാൽ മൂന്നാം ആകാശത്തിന്റെ പ്രവേശന കവാടത്തിൽ ചെന്നപ്പോൾ അവിടെ കാവൽ നിൽക്കുന്ന മലക്ക് പറഞ്ഞു, നിൽക്കൂ, ഇളിരിബു ബിഹാദൽ അമലി വജ്ഹ സാഹിബിഹി. ഈ കർമ്മങ്ങളുടെ ഉടമസ്ഥന്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലുക, അവ അയാളുടെ മുഖത്തെറിയുക. മലക്ക് പറയുകയുണ്ടായി, അഹങ്കാരത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന മലക്കാണ് ഞാൻ. അഹങ്കാരത്തിന്റെ അംശം കലർന്നിട്ടുള്ള ഒരു കർമ്മവും ഇതുവഴി കടന്നുപോകാൻ അനുവദിക്കരുതെന്ന് നിർദ്ദേശത്തോടെയാണ് എന്നെ ഈ മൂന്നാം കവാടത്തിൽ നിർത്തിയിരിക്കുന്നത്. ഈ കർമ്മങ്ങളുടെ ഉടമസ്ഥൻ മഹാ അഹങ്കാരിയാണ്. എല്ലാം താൻ തന്നെയാണെന്ന് അയാൾ കരുതി മറ്റുള്ളവരെ അയാൾ നിസ്സാരനായി കണ്ടു. അവരോട്
അഹങ്കാരത്തോടും ഗർവോടും കൂടി അയാൾ പെരുമാറി. इसके अमाल സദസ്സുകളിൽ हमारी नजर में अच्छे नजर താൻ വലിയവനാണെന്ന് തോന്നും വിധം തന്നെ പ്രകടിപ്പിച്ചു. അയാളുടെ കർമ്മങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിയിൽ നല്ലതാണെന്ന് തോന്നുന്നുവെങ്കിലും അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. और बंदे के अमाल लेकर നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, മലക്കുകളുടെ 4-ാമത്തെ സംഘം പിന്നൊരാളുടെ കർമ്മവുമായി ആകാശത്തേക്ക് ഉയർന്നു. यानी रोशन सता ആ കർമ്മങ്ങൾ മലക്കുകൾക്ക് കൗകബുൻ ദുർരിയുൻ, തിളക്കമാർന്ന വലിയ നക്ഷത്രം പോലെ ഭംഗിയുള്ളതായി തോന്നി. उम्रा भी था അവയിൽ നമസ്കാരവും തസ്ബീഹും ഹജ്ജും के बाद ഉംറയും എല്ലാം ഉണ്ടായിരുന്നു. और दरवाजे के बाद दरवाजे से गुजरते चौथे ആകാശങ്ങളുടെ കവാടങ്ങളും കടന്ന് के दरबान फरिश्ते ने उन्हें कहा ठहर അവർ 4-ാം ആകാശത്തിന്റെ കവാടത്തിലെത്തി. അപ്പോൾ അവിടെ കാവൽ നിൽക്കുന്ന മലക്ക് പറഞ്ഞു, നിൽക്കൂ, मुंह पर दे मारो ഈ കർമ്മങ്ങളുമായി ഇതിന്റെ ഉടമസ്ഥന്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക, അതവന്റെ മുഖത്തെറിയുക. और अल्लाह ताला ने मुझे ये हुक्म ഞാൻ कि मैं उस തന്നിഷ്ടക്കാരന്റെ കാര്യങ്ങൾ നോക്കുന്ന മലക്കാണ്. पूज पाया जाता തന്നിഷ്ടം പ്രവർത്തിക്കുന്നവനാരോ തന്റെ പ്രവൃത്തി മുഖേന തന്നെ അള്ളാഹുവിന് പങ്കാളിയാക്കി കരുതുന്നവനും और उसमें खुदा ताला की തന്നിഷ്ടക്കാരനും एहसास ना पाया जाता हो അള്ളാഹുവിന്റെ ദാസനാണെന്ന ചിന്ത ഇല്ലാതിരിക്കും ചെയ്യുന്ന വ്യക്തിയുടെ കർമ്മങ്ങൾ ഈ 4-ാം ആകാശത്തിന്റെ കവാടത്തിലൂടെ കടന്നുപോകാൻ വിടരുതെന്ന് എന്റെ നാഥൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. कि ये शख्स जब कोई काम ഈ വ്യക്തിയുടെ എല്ലാ പ്രവൃത്തിയിലും തന്നിഷ്ടം പ്രകടമായിരുന്നു. उसके अमाल അയാളുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമല്ല. अल्लाह वसल्लम ने फरमाया कि फरिश्तों का एक 5वां गिरोह തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, आसमानों की तरफ മലക്കുകളുടെ 5-ാമതൊരു വിഭാഗം മറ്റൊരാളുടെ കർമ്മങ്ങളുമായി ആകാശത്തേക്കുയർന്നു. കർമ്മങ്ങളെക്കുറിച്ച് ആ മലക്കുകൾ ധരിച്ചത് കഅന്നഹുൽ ഉറൂസുൽ മസ്ഫൂഫത്തു ഇലാ അഹ്ലിഹ എന്നതാണ്. वो एक सजाई 16 संहार से रास्ता दुल्हन की तरह है जो खुशबू फैलाती है വിവാഹരാത്രിയിൽ സർവാലങ്കാരങ്ങളോടെ അണിഞ്ഞൊരുങ്ങി മണവാളന്റെ മണിയറയിലേക്ക് പൂമണം ചൊരിഞ്ഞ് വന്നെത്തിയ ഒരു മണവാട്ടിയെപ്പോലെയാണ്. आसमान पर पहुंचे എന്നാൽ 4-ാം ആകാശവും കടന്ന് 5-ാം ആകാശത്തെത്തിയപ്പോൾ അവിടെ കാവൽ നിന്ന മലക്ക് പറഞ്ഞു, നിൽക്കൂ, और उसे कह ഈ കർമ്മങ്ങൾ തിരിച്ചു കൊണ്ടുപോയി ഇതിന്റെ ഉടമസ്ഥന്റെ മുഖത്തെറിയുക. ഇത് സ്വീകരിക്കാൻ നിന്റെ ദൈവം തയ്യാറല്ലെന്ന് അയാളോട് പറയുക. मुझे हुक्म दिया है कि हर वो ഞാൻ जिसको അസൂയയുടെ കാര്യങ്ങൾ നോക്കുന്ന മലക്കാകുന്നു. उसके अमाल അസൂയ കലർന്ന കർമ്മങ്ങൾ आसमान के ഈ 5-ാം ആകാശത്തിലൂടെ കടന്നുപോകാൻ അനുവദിക്കരുതെന്ന് എന്റെ രക്ഷിതാവ് എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. और नेक अमाल बजा लाने वाले ഈ വ്യക്തി हसद किया करता അറിവ് സമ്പാദിക്കുന്നവരോടും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരോടും അസൂയപ്പെട്ടിരുന്നു. किसी भी ഇയാളുടെ കർമ്മങ്ങൾ ഇതുവഴി കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഏതെങ്കിലും ये सवाल नहीं ആലിമിനെ കണ്ടാൽ, നല്ലത് ചെയ്യുന്ന വല്ലവരെയും കണ്ടാൽ അസൂയപ്പെട്ടിരുന്നു. हजरत सल्लल्लाहु അതുകൊണ്ട് ഇതുവഴി കൊണ്ടുപോകുന്ന പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. अलैहि वसल्लम एक और बंदे के നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, बुलंद हुआ മലക്കുകളുടെ 6-ാമതൊരു സംഘം അടുത്തൊരാളുടെ കർമ്മങ്ങളുമായി ആകാശത്തേക്കുയർന്നു. 5 ആകാശവും താണ്ടി जिनमें रोजा അവർ 6-ാം ആകാശത്തെത്തി. ज़कात की ആ കർമ്മങ്ങളിൽ और उम्रा भी നോമ്പും നമസ്കാരവും സകാത്തും ഹജ്ജും ഉംറയുമൊക്കെ ഉണ്ടായിരുന്നു. ഇവയെല്ലാം അള്ളാഹുവിന്റെ സന്നിധിയിൽ आसमान पर സ്വീകാര്യമാകുമെന്നാണ് മലക്കുകൾ കരുതിയത്. പക്ഷേ 6-ാമത്തെ ആകാശത്തെത്തിയപ്പോൾ അവിടെ കാവൽ നിൽക്കുന്ന മലക്ക് പറഞ്ഞു, നിൽക്കൂ, മുന്നോട്ട് പോകരുത്. ताला के बंदों में से ഇന്നഹു കാന ലാ യർഹമു ഇൻസാനൻ മിൻ ഇബാദില്ലാഹ്. और खुदा ताला ने मुझे അള്ളാഹുവിന്റെ ദാസന്മാരോട് किया है ഒരിക്കലും കരുണ കാണിക്കാത്തയാളാണ് ഈ വ്യക്തി. बेरहमी की കരുണ കാണിക്കാത്തവരുടെ കർമ്മങ്ങൾ ഈ വാതിലിലൂടെ വിടാതിരിക്കാനാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത്. आंख के मुंह पर ये कहकर मारो നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. जिंदगी में അള്ളാഹുവിന്റെ ദാസന്മാരോട് കരുണ കാണിക്കുന്നതിനു പകരം
അവരോട് അക്രമം പ്രവർത്തിക്കുകയായിരുന്നു. നീ ചെയ്തതെന്ന് പറഞ്ഞ് ഈ കർമ്മങ്ങൾ അതിന്റെ ഉടമസ്ഥന്റെ മുഖത്തെറിയുകയും അങ്ങനെയുള്ള നിനക്ക് കാരുണ്യം ചെയ്ത നിന്റെ കർമ്മങ്ങൾ അള്ളാഹ് എങ്ങനെ സ്വീകരിക്കാനാണെന്നും അവനോട് ചോദിക്കുകയും ചെയ്യുക. നീ കരുണ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹ് എങ്ങനെ കരുണ ചെയ്യാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, മറ്റു ചില മലക്കുകൾ ഒരു ദാസന്റെ കർമ്മങ്ങളുമായി ആകാശത്തിനു ശേഷം ആകാശവും കവാടങ്ങൾക്ക് ശേഷം കവാടങ്ങളും പിന്നിട്ട് 7-ാം ആകാശത്തെത്തി. നമസ്കാരവും നോമ്പും ഇസ്ലാമിക കർമ്മശാസ്ത്രവും അവയിലടങ്ങിയിരുന്നു. സൂക്ഷ്മതയും അതിലുണ്ടായിരുന്നു. പറയുന്നു, ലഹാ ദവിയും കദവിയും നഹലി വലാഉൻ കലഉ ശംസ്. തേനീച്ചയുടെ മൂളൽ പോലുള്ള ശബ്ദം ആ കർമ്മങ്ങളിൽ നിന്നും കേൾക്കാമായിരുന്നു. शहद की मक्खियों की आवाज ऐसी आवाज आती थी, यानी वो फरिश्ते गुनगुना रहे थे कि हम बड़ी अच्छी चीज. തേനീച്ചയുടെ മൂളൽ പോലുള്ള ശബ്ദം ആ കർമ്മങ്ങളിൽ നിന്നും കേൾക്കാമായിരുന്നു. മലക്കുകൾ അയാളുടെ കർമ്മങ്ങളെപ്പറ്റി അഭിമാനത്തോടെ അന്യോന്യം സംഭാഷണം ചെയ്യുന്നതായിരുന്നു ആ ശബ്ദം. അതായത്, നാം അത്യുത്തമ കർമ്മങ്ങളാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. ഈ കർമ്മങ്ങൾ സൂര്യപ്രകാശം പോലെ തിളങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ മുന്നോട്ടു പോവുകയാണ്. അതിനോടൊപ്പം 3000 മലക്കുകളുണ്ടായിരുന്നു. അത് വളരെ ഭാരമേറിയതായിരുന്നു. എത്രത്തോളം എന്നാൽ 3000 മലക്കുകളാണ് അവ ചുമന്നിരുന്നത്. അവർ 7-ാം ആകാശത്തിന്റെ വാതിൽക്കലെത്തി. അപ്പോൾ അവിടെ കാവൽ നിന്ന മലക്ക് അവരോട് പറഞ്ഞു, നിൽക്കൂ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അനുവാദമില്ല. നിങ്ങൾ തിരിച്ചു പോവുക. ഈ കർമ്മങ്ങൾ ഇതിന്റെ ഉടമസ്ഥന്റെ മുഖത്തെറിയുക. അവന്റെ ഹൃദയം പൂട്ടിച്ചടക്കുക. കാരണം അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ടുള്ള നിഷ്കൽമഷമായ കർമ്മങ്ങളല്ലാതെ ഇതുവഴി കടത്തിവിടരുതെന്ന് എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണ് അയാൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ വ്യക്തി കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ സദസ്സിലിരുന്ന് പൊങ്ങച്ചത്തോടെ കഴുത്തുയർത്തി തന്റെ പാണ്ഡിത്യത്തെപ്പറ്റിയും ഗവേഷണ പാടവത്തെപ്പറ്റിയും വീമ്പിളക്കുമായിരുന്നു. അത് മുഖേന തന്റേതായ ഉന്നത പദവിയും മഹത്വവും വെളിപ്പെടുത്തുകയാണ് അയാളുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല അയാൾ ഈ കർമ്മങ്ങൾ ചെയ്തത്, പ്രത്യുത പ്രകടനത്തിനു വേണ്ടിയായിരുന്നു. വദിക്റൻ ഇന്ദൽ ഉലമായി വസീതൻ ഫിൽ മദാഇനി. ഈ ലോകത്തൊരു മഹാത്മാവി അറിയപ്പെടണമെന്നും ആലിങ്ങളുടെ ഇടയിൽ താനൊരു ചർച്ചാ വിഷയമാകണമെന്നും അയാൾ ആഗ്രഹിച്ചു. അള്ളാഹുവിനു വേണ്ടി പ്രത്യേകപ്പെടുത്തിയിട്ടില്ലാത്തതും ഭൗതികത കലർന്നിട്ടുള്ളതുമായ ആ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെയുള്ള കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കരുതെന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ തിരിച്ചു ചെന്ന് ഈ കർമ്മങ്ങൾ ഇതിന്റെ ഉടമസ്ഥന്റെ മുഖത്തെറിയുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേറെ ചില മലക്കുകൾ പിന്നൊരാളുടെ കർമ്മങ്ങളുമായി ആകാശത്തേക്കുയർന്നു. 7 ആകാശങ്ങളുടെയും കാവൽക്കാരായ മലക്കുകൾ അവരെ പോകാൻ അനുവദിച്ചു. ആ കർമ്മങ്ങളോട് മലക്കുകൾക്ക് അപമതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാവൽക്കാരായ ഓരോ മലക്കും പറഞ്ഞത് ഈ കർമ്മം ശരിയാണെന്നാണ്. ബാഹ്യമായ ഒരു ന്യൂനതയും അതിൽ ഇല്ലായിരുന്നു. ആ കർമ്മങ്ങളിൽ സക്കാത്തും നോമ്പും നമസ്കാരവും ഹജ്ജും ഉംറയും സൽസ്വഭാവവും ദൈവസ്മരണയും ഉണ്ടായിരുന്നു. അവ അള്ളാഹുവിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കാനായി മലക്കുകൾ മുന്നോട്ട് നീങ്ങി. ആകാശങ്ങളിലെ മലക്കുകളും അവരോടൊപ്പം ചേർന്നു. കവാടങ്ങളെല്ലാം പിന്നിട്ട് അവർ അള്ളാഹുവിന്റെ തിരുസന്നിധിയിലെത്തി. ആ മലക്കുകൾ അള്ളാഹുവിന്റെ സവിധത്തിൽ പ്രകാരം ബോധിപ്പിച്ചു, ഞങ്ങളുടെ നാഥ, നിന്റെ ഈ ദാസൻ എപ്പോഴും നിന്റെ ആരാധനയിൽ മുഴുകിയിരിക്കുന്നു. അദ്ദേഹം വലിയ സൽക്കർമ്മിയാണ്. അദ്ദേഹത്തിന്റെ സൽപ്രവൃത്തിയെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചും ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു. തന്റെ വിലപ്പെട്ട സമയം മുഴുവനും നിന്റെ അനുസരണത്തിൽ ചെലവഴിക്കുന്നു. അദ്ദേഹം വളരെ ആത്മാർത്ഥതയുള്ള ദാസനാണ്. അദ്ദേഹത്തിൽ ന്യൂനതകളൊന്നും തന്നെയില്ല. ചുരുക്കി പറഞ്ഞാൽ അവർ അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിച്ചു. അള്ളാഹു പറഞ്ഞു, അൻതുമുൽ ഹഫലത്തു അലാ അമലി അബ്ദി. കർമ്മങ്ങൾ എഴുതി
ഭദ്രമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. इस बंदे के और उन्हें लिख लेते മനുഷ്യന്റെ പ്രത്യക്ഷമായ കാര്യങ്ങൾ കാണുകയും അവ നിങ്ങൾ എഴുതിവെക്കുകയും ചെയ്യുന്നു. अल्लाह कल्बे कि मैं अपने बंदे के दिल को देखता हूँ. വഅനർ റഖീബു അലാ ഖൽബിഹി, ഞാൻ അവന്റെ ഹൃദയത്തെ കാണുന്നു. बल्कि इसकी नीयत ഈ കർമ്മങ്ങൾ കൊണ്ട് അവൻ എന്റെ തൃപ്തിയല്ല കാംക്ഷിച്ചത്. किसी और യഥാർത്ഥത്തിൽ അയാളുടെ ഉദ്ദേശവും ലക്ഷ്യവും മറ്റൊന്നായിരുന്നു. है लानती എനിക്ക് പുറമെ മറ്റാരെയോ സംതൃപ്തനാക്കാൻ അയാൾ ആഗ്രഹിച്ചു. ഫഅലൈഹി ലഅനതി, അയാളുടെ മേൽ എന്റെ ശാപമുണ്ട്. लानतों का व लानतना लानत അപ്പോൾ എല്ലാ മലക്കുകളും इस पर तेरी भी लानत വിളിച്ചു പറഞ്ഞു, और इस पर അലൈഹി ലഅനതുക വലഅനതുന, ഞങ്ങളുടെ നാഥ അയാളുടെ മേൽ നിന്റെയും ഞങ്ങളുടെയും ശാപമുണ്ടാകട്ടെ. അയാളുടെ മേൽ 7 ആകാശങ്ങളും അതിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും ശാപം ചൊരിയാൻ തുടങ്ങി. और उनमें रहने वाली सारी मखलूक ने इस पर लानत करनी शुरू कर दी या इस पर लानत അയാളുടെ മേൽ देगी. 7 ആകാശങ്ങളും അതിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും ശാപം ചൊരിയാൻ തുടങ്ങി. वसल्लम की ഹദ്റത്ത് മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം നിറഞ്ഞ വസിയത്ത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം വിറകൊണ്ടു. അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, കൈഫലി ബിനജാത്തി വൽ ഖുലൂസ്, कैसे नजात हासिल ഞങ്ങളുടെ കർമ്മങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ और मैं अपने रब के എനിക്ക് എങ്ങനെയാണ് മോക്ഷം ലഭിക്കുക? आपने फरमाया എന്റെ നാഥന്റെ കോപത്തിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടും? कि तुम मेरी सुन्नत पर अमल करो. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്തദി ബി, अल्लाह का നീ എന്റെ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുക. इतने ही अच्छे अमल क्यों അള്ളാഹുവിന്റെ ദാസൻ नाज खामियां रह എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ये तुम अपने अमाल पर नाज न അതിൽ ചില വീഴ്ചകൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. खुदा അതിനാൽ നീ നിന്റെ കർമ്മങ്ങളിൽ ഊറ്റം കൊള്ളരുത്. രക്ഷിതാവായ അള്ളാഹു തന്റെ ദാസന്റെ പ്രവൃത്തികളിലുള്ള ന്യൂനതകളെ മാപ്പ് ചെയ്യുന്നവനാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് വേണ്ടത്. अपनी जुबान की हिफाजत करो. വഹാഫിള് അലാ ലിസാനിക, നിന്റെ നാവിനെ നീ നിയന്ത്രിക്കുക. ആരെയും അത് മുഖേന വിഷമിപ്പിക്കരുത്. तुज़क्के नफ्सा തെറ്റായ കാര്യങ്ങൾ നിന്റെ നാവിലൂടെ പുറത്തു വരരുത്. से ज्यादा मुत्तकी വല തുസക്കി നഫ്സക അലൈഹിം, परहेजगारी का ऐलान നീ സ്വയം മറ്റുള്ളവരെക്കാൾ ഭക്തനും സ്വാത്വികനുമാണെന്ന് മനസ്സിലാക്കാതിരിക്കുക. നിന്റെ മേന്മയെ നീ വിളംബരം ചെയ്യരുത്. बेअमल आखिर വല जो अमल तुम തുദ്ഖിൽ और उखवी जिंदगी में फायदा हासिल करने के लिए അമൽ ദുനിയ ബി അമലിൽ ആഖിറ, അള്ളാഹുവിന്റെ പ്രീതിയാർജിക്കുന്നതിന് പരലോക ജീവിതം ഗുണകരമാക്കുന്നതിനുമായി നീ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭൗതികത കൂട്ടിക്കലർത്താതിരിക്കുക. വലാ തുമസ്സിക്കുന്നാസ തുമസ്സിക്കുക കിലാബുന്നാസ്, ജനങ്ങളിൽ കുഴപ്പവും ലഹളയും ഉണ്ടാക്കുന്നതിനും അവരെ ഭിന്നിപ്പിക്കുന്നതിനും ശ്രമിക്കരുത്. അങ്ങനെ നീ ചെയ്താൽ പുനരുദ്ധാര നാളിൽ നരകത്തിലെ നായ നിന്നെ കടിച്ചു കീറുന്നതാണ്. വലാ തറാ അമലിക്കന്നാസ്, ജനങ്ങളുടെ മുന്നിൽ അവരെ കാണിക്കാനായി നീ ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. अल्लाह ताला के फजल ഇത് ചെയ്താൽ बस हकीकी नेकियों की तौफीक और मकबूल അള്ളാഹുവിന്റെ ഫضലും നിന്നിൽ വർഷിക്കുന്നതാണ്. मिलती है. യഥാർത്ഥ നന്മ ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നത്, സ്വീകാര്യയോഗ്യമായ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്ത മാതൃക നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ്. വിജയങ്ങളുടെ സുവാർത്തകൾ തിരുനബിക്ക് ലഭിച്ചിട്ടും के साथ अपनी और अपनी जमात की कमजोरियों को सामने रखते हुए दुआएं किया करते. വേദനയോടുകൂടി തന്റെയും തന്റെ ജമാഅത്തിന്റെ ബലഹീനതകളെയും മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥനാനിരതനാകുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ आइंदा की भी बिशारतें दे दी. फिर भी ദുആകൾ അള്ളാഹു സ്വീകരിക്കുകയുണ്ടായി. तड़प कर ഭാവിയെക്കുറിച്ചുള്ള സുവാർത്തകളും നൽകി. എന്നിട്ടും से दुआ किया करते थे. സുജൂദിൽ പിടഞ്ഞുകൊണ്ട് पूछी जाती थी. അസ്വസ്ഥതയോടെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. अल्लाह ताला ഈ അസ്വസ്ഥതയുടെ കാരണം ചോദിക്കുമ്പോൾ एक तो उसका खौफ है പറഞ്ഞത് അള്ളാഹു നിരാശ്രയനാണെന്നാണ്. पर हुए हैं ഒരു ഭാഗത്ത് उसका शुक्रगुजार അവനെക്കുറിച്ചുള്ള ഭയം, മറുഭാഗത്ത് അള്ളാഹു തന്നിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത ഉള്ളവനായി മാറുന്നതിനു വേണ്ടിയുള്ള ആഗ്രഹം.
कितने ही इनामात से नवाजा है, എത്രയോ उम्मत के लिए कितने वादे दिए हैं, അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതേപോലെ ഉമ്മത്തിനായി എത്രയോ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനാൽ ഇതെല്ലാം ഓർത്ത് ഞാൻ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നവനായി മാറേണ്ടേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പാകെ സമർപ്പിച്ച മാതൃകയാണിത്. സൃഷ്ടി സേവനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൗതിക താൽപര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തനായിക്കൊണ്ട് യാതൊരു വ്യതിരിക്തതയും കാണിക്കാതെ എല്ലാവർക്കും സേവനം ചെയ്യുന്നു. എല്ലാവരെയും തിരുനബി സാമ്പത്തികമായി സഹായിക്കുന്നു. ഏതുതരം യാചകർ വന്നാലും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഓരോരുത്തരും തിരുനബിയുടെ കാരുണ്യത്തിൽ നിന്നും ഒരംശം കരസ്ഥമാക്കുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അനുഗ്രഹം ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ഏതു രീതിയിലാണോ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് ആ രീതിയിൽ നിങ്ങളും ജീവിതം നയിക്കുക. ഞാൻ കൃതജ്ഞതയുള്ള ദാസനായിരിക്കുന്നത് പോലെ നിങ്ങളും കൃതജ്ഞതയുള്ളവരായി തീരുക. ഞാൻ റഹ്മാന്റെ ദാസനായതുപോലെ നിങ്ങളും റഹ്മാന്റെ ദാസനായി തീരുക. ഈ മാതൃക പിൻപറ്റിയാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്വരുകൂട്ടുന്നവരായി നിങ്ങൾ മാറുന്നതാണ്. സൃഷ്ടി സേവന രംഗത്ത് ഞാൻ കാണിച്ച മാതൃകയനുസരിച്ച് നിസ്തുലമായ സേവനം നിങ്ങൾ ദൈവ സൃഷ്ടികൾക്കായി ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കൃപാവരത്തെ സ്വാംശീകരിക്കുന്നവരായി നിങ്ങൾ മാറുന്നതാണ്. ये समझते हुए कि मैं बहुत नेकियां कर ഞാൻ കുറെ നന്മകൾ ചെയ്യുന്നുണ്ടെന്ന് ധരിച്ച് भी इक्तफा करोगे या उन्हीं पर इंसार करोगे, തന്റെ കർമ്മങ്ങളിലും അതേപോലെ ഞാൻ ശരിക്കും ആരാധിക്കുന്നുണ്ടെന്ന് ധരിച്ച് തന്റെ ആരാധനകളിലും മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഫദ്ലിന്റെ അവകാശികളായി മാറില്ല. पर अमल कर അതിനാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് ഒരാത്മ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. खुदा ताला के हुजूर झुकते हुए उसका फजल मांगना होगा. അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് അവന്റെ ഫദ്ലിനായി തേടേണ്ടി വരും. जो खुदा ताला അള്ളാഹു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന സ്ഥാനം करनी चाहिए, നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തി കരസ്ഥമാക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. അതിനാൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുക: അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ അവന്റെ പ്രീതി കരസ്ഥമാക്കുന്നതാക്കി മാറ്റട്ടെ. അവന്റെ ഫദ്ൽ ഒന്നുകൊണ്ട് മാത്രം അവൻ ഈവ സ്വീകരിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർമ്മങ്ങൾ ഭൗതിക കലർന്നതിന്റെ കാരണമായി നമ്മുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയപ്പെടുന്നതാകാതിരിക്കട്ടെ. ഈ ലോകത്തും हर अमल को സ്വർഗം കരസ്ഥമാക്കുന്നവരായി നാം മാറട്ടെ. നമ്മുടെ ഓരോ പ്രവൃത്തിയും തന്നെ അവന്റെ പ്രീതിക്ക് അനുഗുണമാക്കിക്കൊണ്ട് अल्लाह ताला का फैज पाने वाले हों और आने वाली जिंदगी में भी ഈ ലോകത്തും अल्लाह की जन्नत के അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായി നാം മാറട്ടെ. വരും ജീവിതത്തിലും അള്ളാഹുവിന്റെ സ്വർഗത്തിന് അവകാശികളായി നാം മാറട്ടെ. അള്ളാഹു തന്റെ ഫദ്ല് കൊണ്ട് മാത്രം നമ്മുടെ ഈ ദുആകൾ സ്വീകരിക്കുമാറാകട്ടെ. इस वक्त मैं जुमे की नमाज के बाद चंद जनाजे भी पढ़ाऊंगा, गायब जनाजे. ജുമാ നമസ്കാരത്തിന് ശേഷം ചില ജനാസകൾ ഞാൻ അനുഷ്ഠിക്കുന്നതാണ്. എല്ലാം ഗായിബ് ജനാസകളാണ്. ഒന്നൊരു ഷഹീദിന്റേതാണ്, മറ്റു രണ്ടെണ്ണം വേറെയും. हैं मुकर्रम एजाज अहमद कियानी साहब, ഷഹീദിന്റെ പേര് मुकर्रम बशीर अहमद कियानी साहब, उरंगी टाउन कराची के. ഇജാസ് അഹമ്മദ് ഗ്യാനി സാഹിബ് എന്നാണ്. ബഷീർ അഹമ്മദ് ഗ്യാനി സാഹിബിന്റെ മകനാണ്. ഒറങ്കി ടൗൺ കറാച്ചി നിവാസിയാണ്. സെപ്റ്റംബർ 18 ഷഹാദത്ത് നടന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. में नामालूम अफराद ने फायरिंग करके शहीद कर दिया था. तफसील ഒറങ്കി ടൗണിൽ അജ്ഞാതരായവർ വെടിവെച്ച് ഷഹീദാക്കുകയാണ് ചെയ്തത്. ഷഹാദത്ത് സംഭവം ഇപ്രകാരമാണ് വിവരിക്കപ്പെടുന്നത്. ഇജാസ് അഹമ്മദ് ഗ്യാനി സാഹിബ് രാവിലെ 8:30 ജോലിക്കായി മോട്ടോർ സൈക്കിളിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ദൃക്സാക്ഷികൾ പറയുന്നത് ഇപ്രകാരമാണ്: रफ्तार कम हुई तो दो मोटरसाइकिल सवार आपके करीब ഹമ്പ് വന്നപ്പോൾ ബൈക്കിന്റെ സ്പീഡ് കുറച്ചു. बाई पसलियों के करीब फायर की, जिससे ഉടനെ 2 ബൈക്ക് യാത്രികർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. 2 വെടി വലതുഭാഗത്തെ വാരിയെല്ലിന് കൊണ്ടു. फायर किए, खुद को बचाने അത് കാരണം മോട്ടോർ സൈക്കിളിൽ നിന്നും താഴെ വീണുപോയി. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ മുമ്പിൽ നിന്നും അക്രമികൾ വെടിവെച്ചു. സ്വയം രക്ഷക്കായി വലതു കൈ മുന്നോട്ട് കാണിച്ചപ്പോൾ അക്രമി കൈക്കും വെടിവെച്ചു. തുടർന്ന് നെഞ്ചത്ത് 3 വെടിയുതിർത്തു. शहीद हो गए.
അദ്ദേഹം വീണപ്പോൾ പിന്നിൽ നിന്നും തലക്കും വെടിവെച്ചു. ഇത് കാരണം പരിക്കിന്റെ ആഘാതം സഹിക്കാൻ കഴിയാതെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഷഹീദാവുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 21-ാം തീയതി അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് സഹൂർ അഹമ്മദ് ഗ്യാനി സാഹിബിനെയും ഈ പ്രദേശത്ത് ഷഹീദാക്കിയിരുന്നു. ഇജാസ് അഹമ്മദ് ഗ്യാനി സാഹിബിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ 2 പിതൃ സഹോദരന്മാരായ മുഹമ്മദ് യൂസുഫ് ഗ്യാനി, മുഹമ്മദ് സയ്യിദ് ഗ്യാനി എന്നിവർ മുഖേനയാണ്. 1936 ഇരുവർക്കും ബയ്യത്ത് ചെയ്ത് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് ലഭിച്ചു. പിതാവിന്റെ 2 പിതൃ സഹോദരന്മാരും നല്ല അറിവുള്ളവരായിരുന്നു. ശരിക്കും പഠിച്ചതിനു ശേഷമാണ് ബയ്യത്ത് ചെയ്തത്. പ്രേംകോട്ട്, മുസഫറാബാദ്, കശ്മീർ ആണ് ഇവരുടെ തറവാട്. ഷഹീദ് മർഹൂം 1984 ഡിസംബർ 1 കറാച്ചിയിൽ ജനിച്ചത്. ഇന്റർമീഡിയറ്റ് വരെ കറാച്ചിയിൽ തന്നെയാണ് പഠനം നടത്തിയത്. 5 വർഷം മുമ്പ് പാകിസ്ഥാൻ മിലിറ്ററിയിൽ സിവിലിയൻ ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ചു. ഷഹാദത്ത് സമയം അദ്ദേഹത്തിന്റെ വയസ്സ് 29 ആയിരുന്നു. വിവാഹം 2009 സോബിയ സാബിയയുമായി നടന്നു. രാജ അബ്ദുറഹിമാൻ സാഹിബ് കോട്ടിലി കശ്മീരിന്റെ മകളാണ്. ഷഹീദ് മർഹൂം മുഖ്ലിസും സമാധാനപ്രിയനും മൃദുഭാഷിയും നിശബ്ദ സേവകനുമായിരുന്നു. ജമാഅത്തിന്റെ സേവന കാര്യത്തിൽ എപ്പോഴും സഹായിച്ചിരുന്നു. ഏത് ഡ്യൂട്ടിക്കായി വിളിച്ചാലും അനുസരിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഇജാസ് അഹമ്മദ് ഗ്യാനി പറയുന്നു, ഷഹാദത്തിനൊരു ദിവസം മുമ്പ് തന്റെ സഹോദരി ഭർത്താവ് സഹൂർ അഹമ്മദ് ഗ്യാനി സാഹിബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുകയുണ്ടായി. സഹൂർ അഹമ്മദ് ഗ്യാനി സാഹിബിനെ വളരെയധികം ആദരിച്ചിരുന്നു. സഹോദരന്റെയും പിതാവിന്റെയും സ്ഥാനമാണ് നൽകിയിരുന്നത്. സഹോദരി ഭർത്താവിന്റെ ഷഹാദത്തിനു ശേഷം നിത്യവും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കുടുംബത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഷഹാദത്ത് ഇദ്ദേഹത്തിൽ വളരെ പ്രഭാവം ചെലുത്തിയിരുന്നു. ഷഹീദ് മർഹൂമിന്റെ ഉമ്മ പറയുകയുണ്ടായി, 4 പെൺകുട്ടികൾക്ക് ശേഷം കുറെ ദുആകൾക്ക് ശേഷമാണ് ഈ മകനെ അള്ളാഹു നൽകിയിരുന്നത്. ഇവൻ കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിച്ച ശേഷമാണ് പറയാറുള്ളത്. എന്നോട് പ്രത്യേക സ്നേഹമായിരുന്നു. ജോലിക്ക് പോകുമ്പോൾ കൈ തന്ന് ഖുദാ ഹാഫിസ് എന്ന് പറഞ്ഞു പോകുമായിരുന്നു. എന്റെ മരുന്നുകളെ കുറിച്ച് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സഹോദരിമാരെ മൂത്ത സഹോദരനെ പോലെ നോക്കിയിരുന്നു. മൃദുല പ്രകൃതമായിരുന്നു. വീട്ടിൽ വല്ല വസ്തുവും കൊണ്ടുവന്നാൽ അത് എല്ലാവർക്കും നൽകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഭാര്യ പറയുന്നു, ഷഹീദ് മർഹൂം നല്ല പ്രകൃതമായിരുന്നു. ഓരോരുത്തരോടുമുള്ള കടപ്പാടുകൾ നിറവേറ്റി. നല്ല മകനും നല്ല സഹോദരനും നല്ല പിതാവും നല്ല ഭർത്താവുമായിരുന്നു. ഞാൻ വിഷമിക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. അള്ളാഹുവിലേക്ക് ശ്രദ്ധിക്കാൻ പറയുമായിരുന്നു. കുട്ടികളോട് വളരെ വാത്സല്യത്തോടെ പെരുമാറിയിരുന്നു. അലിയന്റെ ഷഹാദത്ത് നടന്നപ്പോൾ എപ്പോഴും പറയാറുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നാണ്. ഷഹീദ് മർഹൂമിന്റെ സംതൃപ്ത കുടുംബാംഗങ്ങളിൽ മാതാപിതാക്കൾ കൂടാതെ ഭാര്യയും ദുർറെ അദൻ എന്ന 4 വയസ്സുള്ള മകളും മകൻ ബുർഹാൻ അഹമ്മദ് 1.5 വയസ്സും ആണുള്ളത്. കറാച്ചിയിൽ അവസ്ഥ വളരെ മോശമാണ്. അഹമ്മദികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കൊല്ലുന്ന ഒരു സംഘം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹു ഇവരെ വേഗം പിടിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ മുല്ലാക്കളുടെ പിൻബലത്തിൽ ഭരണാധികാരികളാണ് ഇതെല്ലാം നടത്തുന്നത്. ആക്രമികളായ ഈ സംഘത്തെ പിടിക്കാനും അള്ളാഹ് വേഗം സാഹചര്യം സൃഷ്ടിക്കട്ടെ. ദുആ കൂടുതലായി ചെയ്യേണ്ട ആവശ്യമാണുള്ളത്. കറാച്ചിയിൽ പ്രത്യേകമായ പരിസ്ഥിതിയാണ്. പാകിസ്ഥാനിൽ പൊതുവിൽ അവസ്ഥ മോശമാണ്. ഇതേപോലെ ലാഹോറിലും സ്ഥിതി മോശമാണ്. അവിടെ പല അഹമ്മദികളെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു. അള്ളാഹു അഹമ്മദികളെ എല്ലാം അവിടെ സുരക്ഷിതരാക്കി വെക്കട്ടെ. ഇന്ന് നിർവഹിക്കുന്ന 2ാമത്തെ ജനാസ അബ്ദുൽ മുമിൻ സാഹിബ് ദർവേഷിന്റേതാണ്. അദ്ലാ ദത്ത സാഹിബിന്റെ മകനാണ്. കാദിയാനിലെ ദർവേഷാണ്. സെപ്റ്റംബർ 11, 2013 അല്പകാലം രോഗിയായതിനു ശേഷം 97 വയസ്സിലാണ് വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
1916 സിന്ധിലാണ് ജനിച്ചത്. പിന്നീട് ജണ്ടാൻവാല ഫൈസലാബാദിലേക്ക് വന്നു. അവിടെയാണ് പഠിച്ചത്. 1945 ആണെന്ന് തോന്നുന്നു മതപഠനത്തിനായി കാദിയാനിൽ വന്നു. ആദ്യ വിവാഹം ഇവിടെയാണ് നടന്നത്. എന്നാൽ വിഭജനം കാരണം അത് നിലനിർത്താനായില്ല. അതിൽ മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ വിവാഹം ദർവേഷ് കാലത്ത് ഒറീസയിലാണ് നടന്നത്. സയ്യിദ് വസീഉദ്ദീൻ സാഹിബ് സാബി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടിയും മുഈനുദ്ദീൻ സാഹിബ് മർഹൂമിന്റെ മൂത്ത മകളുമായ അമത്തുള്ള ഫഹമീദ സാഹിബുമായാണ് നടന്നത്. ഇതിൽ നിന്നും 8 കുട്ടികൾ പിറന്നു. 5 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. 5 ആൺകുട്ടികളും ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്തു വരുന്നു. തന്റെ ദർവേശ് കാല ജീവിതം സരളവും സഹനവും കൈവരിച്ചുകൊണ്ടാണ് കഴിച്ചുകൂട്ടിയത്. കച്ചവടം മറ്റു ചില ജോലികളും ചെയ്താണ് ജീവിച്ചത്. സന്ദർശക ഓഫീസിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. അമുസ്ലിങ്ങളെ വളരെ താൽപര്യത്തോടെ തബ്ലീഗ് ചെയ്തിരുന്നു. ഗ്രാമ മുബല്ലിഗ് എന്ന നിലക്കും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദീബ് ഫാസിൽ എന്ന ഡിഗ്രിയും ഈ വേളയിൽ കരസ്ഥമാക്കി. നോമ്പും നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. മുഖ്ലിസായിരുന്നു. കൂറുള്ള വ്യക്തിയായിരുന്നു. ബലഹീനത ഉണ്ടായിട്ടും കൂടെ അവസാന നിമിഷം വരെ ജമാഅത്ത് നമസ്കാരം നിന്നുകൊണ്ട് തന്നെ അനുഷ്ഠിച്ചിരുന്നത്. വിശുദ്ധ ഖുർആനോട് വളരെ നല്ല ബന്ധമായിരുന്നു. കൃത്യമായി ഖുർആൻ പാരായണം ചെയ്തിരുന്നു. മൂസിയായിരുന്നു. ഷെയ്ഖ് റഹ്മത്തുള്ള സാഹിബിന്റേതാണ് മൂന്നാമത്തെ ജനാസ. സെപ്റ്റംബർ 12 94 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1943 24 വയസ്സിൽ അഹമ്മദ് സ്വീകരിച്ചു. തുടക്കത്തിൽ ഡൽഹി എംബാസിഡറിൽ ക്ലർക്കായി ജോലി ചെയ്തു. 1946 ലാഹോറിലും 1 വർഷത്തിനു ശേഷം കറാച്ചിയിലും മാറ്റം കിട്ടി. അവിടെ ചൌധരി ഷാനവാസ് സാഹിബിന്റെ അടുത്ത് മരുന്ന് സപ്ലൈ ചെയ്യുന്ന ജോലി ചെയ്തു. ഇദ്ദേഹം സ്ഥലമില്ലാത്തതുകൊണ്ട് ഓഫീസിൽ തന്നെയാണ് കിടന്നിരുന്നത്. 1980 ചൌധരി ഷാനവാസ് സാഹിബിന്റെ സഹായത്തോടെ സ്വന്തം ബിസിനസ് തുടങ്ങി. അതിൽ അള്ളാഹു നല്ല ബർക്കത്തിടുകയുണ്ടായി. ഭൗതിക വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെയായിരുന്നു. പൊതുവിൽ കണ്ടാൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയെന്നാണ് തോന്നുക. നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിട്ടാണ് എല്ലാവരും കരുതാറുള്ളത്. 1980 കറാച്ചിയിലെ നായിബ് അമീറായി നിയമിക്കപ്പെട്ടു. 1983 കലാപങ്ങളിൽ ഹദ്റത്ത് മുസ്ലിം മൗദ് അദ്ദേഹത്തെ താൽക്കാലികമായി ചൌധരി അബ്ദുള്ള ഖാൻ സാഹിബിന് പകരം അമീർ ജമാഅത്ത് കറാച്ചിയായി നിയമിക്കപ്പെട്ടു. കാരണം ചൌധരി സാഹിബ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ ഉദ്യോഗത്തിൽ നിന്നും ഇത് കാരണം നീക്കിക്കളയുമോ എന്ന ഭയമുണ്ടായിരുന്നു. പിന്നീട് ചൌധരി സാഹിബിന് സുഖമില്ലാത്ത കാരണം ഇദ്ദേഹം കറാച്ചിയിലെ അമീറായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. 1966 വരെ ഈ സ്ഥാനത്തുണ്ടായിരുന്നു. 1983 കറാച്ചിയുടെ ചരിത്രം രേഖപ്പെടുത്തിയതിൽ ഇപ്രകാരം പരാമർശം കാണാവുന്നതാണ്. 1983 കലാപത്തിൽ ഹദ്റത്ത് മുസ്ലിം മൗദ് കറാച്ചിയിലും പ്രത്യേകമായി സദർ അഞ്ജുമൻ അഹമ്മദിയ സ്ഥാപിച്ചിരുന്നു. ഇതിന്റെ നാസിർ ആലയുമായി ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ദീർഘകാലം രോഗിയായി കിടന്നപ്പോൾ കാര്യനിർവാഹക സമിതി രൂപീകരിച്ചിരുന്നു. അതിലെ മെമ്പറും കൂടിയായിരുന്നു ഇദ്ദേഹം. ഖിലാഫത്തിനോട് കൂറുള്ള നേരെ ചൊവ്വ കാര്യങ്ങൾ പറയുന്ന വിശ്വസ്തനായ വ്യക്തിയായിരുന്നു. നല്ലപോലെ ദുആ ചെയ്യുകയും സാമ്പത്തിക ത്യാഗത്തിൽ മുൻനിരയിലുള്ള വ്യക്തിയായിരുന്നു. ധർമ്മിഷ്ഠനും മുഖ്ലിസുമായിരുന്നു. ഖിലാഫത്തിനോട് നല്ല ബന്ധമായിരുന്നു. ഖലീഫ ആയതിനു ശേഷം എന്നോടും പ്രത്യേക ബന്ധമായിരുന്നു. എന്ത് പ്രയാസമുണ്ടെങ്കിലും അതെല്ലാം പറയുമായിരുന്നു. സുഹൃത്തുക്കൾക്കും ആവശ്യക്കാർക്കും ധനപരമായ സഹായം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം വളരെ വിശാലമായിരുന്നു. സുഹൃത്ത് ബന്ധം വിവിധ നാടുകളിൽ വ്യാപിച്ചു കിടക്കുകയാണ്. ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തബ്ലീഗും ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മകൻ ഡോക്ടർ നസീം റഹ്മത്തുള്ള സാഹിബ് ദീർഘകാലം കറംലാൻ സദർ ജമാഅത്തും നായിബ് അമീർ അമേരിക്കയുമാണ്. ജമാഅത്ത് വെബ്സൈറ്റായ alislam.org ചെയർമാനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ ഷെയ്ഖ് റഹ്മത്തുള്ള സാഹിബ് നായിബ് അമീർ ഫൈസലാബാദാണ്. പാകിസ്ഥാനിലെ സൻഅത്തോ തിജാറത്തിന്റെ കേന്ദ്ര മുഷാവറത്തി ബോർഡിന്റെ അംഗവുമാണ്. ഇദ്ദേഹത്തിന്റെ ഒരു മകൾ ജമീല റഹ്മാനി സാഹിബ
ഇവിടെ ലജ്നയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. ഗുലാം റഹ്മാനി സെക്രട്ടറി വസായ ഇവിടെ UK ഒരു ദീർഘകാലം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഇളയ മകൾ നൂറത്ത് മലക് സാഹിബ സദർ ലജ്ന കൊളംബസ്, അമേരിക്കയിൽ സദർ ലജ്ന ഈസ്റ്റ് മിഡ്വെസ്റ്റ് ആണ്. അള്ളാഹു വഫാത്തായവരുടെ പദവികൾ ഉയർത്തട്ടെ. അവരുടെ സംതപ്ത കുടുംബാംഗങ്ങൾക്ക് ക്ഷമ നൽകുമാറാകട്ടെ. ഷഹീദിന്റെ മാതാപിതാക്കൾക്ക് പ്രത്യേകമായി ക്ഷമ നൽകട്ടെ. അവരുടെ യുവാവായ മകനാണ് ഷഹീദായത്. അള്ളാഹു അവർക്ക് ക്ഷമയും ധൈര്യവും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പിഞ്ചു മക്കളെ അള്ളാഹു സംരക്ഷിക്കട്ടെ, അവന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ. മറ്റൊരു കാര്യം, ഇൻഷാ അള്ളാഹു തആല ഞാൻ കുറച്ച് ആഴ്ചകൾക്കായി പര്യടനത്തിന് പോവുകയാണ്. ഈ പര്യടനം എല്ലാ രീതിയിലും അള്ളാഹു അനുഗ്രഹീതമാക്കുന്നതിനായി പ്രാർത്ഥിക്കാൻ അപേക്ഷ. ഇതിന്റെ ലക്ഷ്യങ്ങൾ അള്ളാഹു തന്റെ ഫضലിനാൽ പൂർത്തിയാക്കട്ടെ എന്നും ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله